നമസ്കാരം. KMCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആലപ്പുഴയിലെ എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് ചൊവ്വാഴ്ച തുടക്കമാകും. വിവിധ പരിപാടികളോടെ ആലപ്പുഴ ബീച്ചിലാണ് പ്രദർശന വിപണന മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. 200 സ്റ്റാളുകൾ മേളയിൽ ഒരുക്കും. മെയ് 6 മുതൽ 12 വരെയാണ് മേള നടക്കുന്നത്. ആലപ്പുഴയിൽ എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് മുന്നോടിയായി നടന്ന സാംസ്കാരിക ഘോഷയാത്ര വർണ്ണാഭമായി. 10,000-കണക്കിന് ആളുകൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ഉപ്പുവെള്ളം മൂലം കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി പി പ്രസാദ്. ഒരു കർഷകനെ പോലും കൈവിടില്ലെന്നും മന്ത്രി. അനധികൃതമായി താമസിക്കുന്ന പാക് പൗരന്മാരെ കണ്ടെത്തി രാജ്യത്ത് നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യം. സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ നടന്ന ധർണയുടെ ഭാഗമായി ആലപ്പുഴ BJP നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ആലപ്പുഴയിൽ എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് മുന്നോടിയായി നടന്ന സാംസ്കാരിക ഘോഷയാത്ര വർണ്ണാഭമായി. 10,000-കണക്കിന് ആളുകൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ നിന്നും ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്ര മന്ത്രി സജി ചെറിയാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. മന്ത്രി പി പ്രസാദ്, MLA മാർ, കളക്ടർ അലക്സ് വർഗീസ് IAS, നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഘോഷയാത്രയിൽ അണിനിരന്നു. നഗരസഭ, ജില്ലാ പഞ്ചായത്ത്, നഗരത്തിലെ വിവിധ സ്കൂളുകളിലെ ജീവനക്കാർ, മറ്റ് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രവർത്തകർ തുടങ്ങിയവരും ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നു. വിവിധ സ്കൂളുകളിലെ സ്റ്റുഡൻസ്, കേഡറ്റ്സ്, NCC വോളണ്ടിയേഴ്സ് എന്നിവരും ഘോഷയാത്രയിൽ അണിനിരന്നു. വർണ്ണാഭമായ ഘോഷയാത്രയിൽ 25,000-ഓളം പേർ പങ്കെടുത്തു. ഉപ്പുവെള്ളം മൂലം കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി പി പ്രസാദ്. ഒരു കർഷകനെ പോലും കൈവിടില്ലെന്നും മന്ത്രി. ഓരുവെള്ളം കയറിയതിൻ്റെയും അല്ലെങ്കിൽ ഉപ്പുവെള്ളം കയറിയതിൻ്റെ അടിസ്ഥാനത്തിലും ഉഷ്ണതരംഗത്തിൻ്റെ അടിസ്ഥാനത്തിലും വിളവിനകത്ത് നഷ്ടം സംഭവിച്ച കർഷകർക്ക് സഹായം എത്തിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഉപ്പുവെള്ളം കയറിയതിൻ്റെ അടിസ്ഥാനത്തിൽ വിളവിൽ കുറവ് വന്ന ആളുകൾക്ക് അതിൻ്റെ കണക്ക് എടുക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നത് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഗണനയായി കണക്ക് കൂട്ടിയിട്ടുണ്ട്. അതിനാവശ്യമായ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഉഷ്ണതരംഗത്തിൻ്റെ അടിസ്ഥാനത്തിലും മോശപ്പെട്ട വിളവ് ലഭിച്ച കർഷകരുണ്ട്. അപ്പോൾ കർഷകർക്ക് വിളവിൽ ഒരു മോശമുണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രതിസന്ധികളാണ് ഉയർന്നു വരുന്നതെല്ലാം. സംഭരണത്തിൽ തന്നെ അതിലെ പ്രയാസങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉഷ്ണതരംഗം ബാധിച്ചതിൻ്റെ പേരിലും വിളവ് മോശമായി തീർന്ന കർഷകർക്ക് സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി അതിൻ്റെ FIR തയ്യാറാക്കാൻ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ 2 സാഹചര്യങ്ങളിൽ കൃഷി നാശം സംഭവിച്ചവർക്ക് ഉൽപ്പാദനത്തിൽ കുറവ് വരികയോ ലഭ്യമായ ഉൽപ്പന്നം മോശമായി തീരുകയോ ചെയ്തവർക്കെല്ലാം അവരുടെ ആ ഒരു പ്രതിസന്ധിക്ക് പരിഹാരമാവുന്ന തരത്തിലേക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം മറ്റ് നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് ലഭ്യമാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകുന്നതായിരിക്കും. കുട്ടനാട്ടിൽ ഉപ്പുവെള്ളം കയറി കൃഷിനാശം നേരിട്ട കർഷകർക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി പി പ്രസാദ്. ഉഷ്ണതരംഗം മൂലം കൃഷിയുടെ വിളവെടുപ്പിൽ കുറവ് വരികയോ നഷ്ടം സംഭവിക്കുകയോ ചെയ്തവർക്കും നഷ്ടപരിഹാരം നൽകും. നാശനഷ്ടം വിലയിരുത്താൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഉദ്യോഗസ്ഥ സംഘം നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരം നൽകും. ഒരു കർഷകനെ പോലും കൈവിടില്ലെന്നും മന്ത്രി പറഞ്ഞു. സിനിമയുടെ വ്യാജ പതിപ്പ് പരാതി ലഭിച്ചാൽ കർശന നടപടി എടുക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ശക്തിയുള്ള ഡ്രഡ്ജർ ഉപയോഗിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഡ്രഡ്ജർ അത് ഉപയോഗപ്പെടുത്തി ഡ്രഡ്ജിങ് നടത്താനുള്ള നടപടി നടന്നു വരികയാണ്. കഴിഞ്ഞ 25 വർഷത്തിലെ ഏറ്റവും വലിയ മണൽ കയറ്റമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനാൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാൻ മുൻകൈയെടുത്തിട്ടുണ്ട്. ഏറ്റവും വേഗം ഡ്രഡ്ജിങ് നടത്തി മണ്ണ് മാറ്റുന്നതിനുള്ള നടപടി സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. അത് നടപ്പാക്കും.
പറഞ്ഞ ഒരു കാര്യം, തുടരും എന്ന സിനിമയുടെ വ്യാജ പതിപ്പ് പുറത്തിറങ്ങിയായിട്ട് കണ്ടത് തുടരും സിനിമയുടെ അത് ഒരു TV-യിലാണ് ഒരു ബസ്സിലിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വ്യാജ പതിപ്പ് ഇങ്ങനെ ഇറങ്ങുന്നത് സിനിമയിൽ ഒരു വലിയ പ്രശ്നമാക്കുന്നുണ്ട്. അതായത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണല്ലോ, മലയാള സിനിമ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. ഇപ്പോൾ പല പ്രധാനപ്പെട്ട സിനിമകളും വ്യാജ പതിപ്പിറക്കും. ആ സിനിമയുടെ കാഴ്ചയ്ക്കുള്ള സാഹചര്യത്തെ ദുർബലപ്പെടുത്തുക, അത് ഒരു സാമൂഹിക ദ്രോഹപരമായ പ്രവർത്തനമാണ്. സിനിമാ വ്യവസായത്തോട് കാണിക്കുന്ന ഒരു ഏറ്റവും മനുഷ്യത്വരഹിതമായ കാര്യം. അപ്പോൾ അത് നിയമപരമായ നടപടി ശക്തമായി സ്വീകരിക്കാനുള്ള സംവിധാനം ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സിനിമകളുടെ വ്യാജപതിപ്പ് ഇറക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെന്ന് മന്ത്രി സജി ചെറിയാൻ. പരാതി ലഭിച്ചാൽ നടപടിയെടുക്കും. ഏറ്റവും വലിയ സാമൂഹ്യ ദ്രോഹമാണിത്. മുതലപ്പുഴയിൽ മനുഷ്യ സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. അനധികൃതമായി താമസിക്കുന്ന പാക് പൗരന്മാരെ കണ്ടെത്തി രാജ്യത്ത് നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യം. സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ നടന്ന ധർണയുടെ ഭാഗമായി ആലപ്പുഴ BJP നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ഈ കേരളത്തിന്റെ ഭരണകൂടത്തെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ആലപ്പുഴ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഇവിടെ ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത്. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് TP സിന്ധുമോൾ ഉദ്ഘാടനം ചെയ്തു. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന കേരളത്തിലെ ഇടത് വലത് നയം കേരളത്തെ കാശ്മീരാക്കി മാറ്റാൻ അധികം വൈകില്ല എന്ന BJPയുടെ മുന്നറിയിപ്പ് ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നുവെന്ന് TP സിന്ധുമോൾ പറഞ്ഞു. അക്രമരഹിത സുസ്ഥിര ജീവിതത്തിന് ഉതകുന്ന നടപടി കേരളം ഭരിക്കുന്ന സർക്കാർ കൈക്കൊള്ളണമെന്നും അനധികൃതമായി താമസിക്കുന്ന പാക് പൗരന്മാരെ കണ്ടെത്തി എത്രയും വേഗം പുറത്താക്കണമെന്നും സിന്ധുമോൾ ആവശ്യപ്പെട്ടു. BJP ആലപ്പുഴ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ബിനോയ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KP പരീക്ഷിത്ത്, വിമൽ രവീന്ദ്രൻ, അരുൺ അനിരുദ്ധൻ തുടങ്ങിയവരും പങ്കെടുത്തു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇലക്ട്രോണിക് വീൽ ചെയറുകൾ വിതരണം ചെയ്തു. ഇതോടൊപ്പം കാഴ്ച പരിമിതർക്കുള്ള ടോക്കിംഗ് ഹിയറിംഗ് ലാപ്ടോപ്പുകളും നൽകി. ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമാണ് 22 ഗുണഭോക്താക്കൾക്ക് ഇലക്ട്രോണിക് വീൽ ചെയറുകളും 17 പേർക്ക് ലാപ്ടോപ്പുകളും നൽകിയത്. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ ഇലക്ട്രോണിക് വീൽ ചെയറുകളുടെയും ലാപ്ടോപ്പുകളുടെയും വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. മികച്ച നടപടികളാണ് ധാരാളം സെന്ററുകൾ വിദ്യാഭ്യാസ നയം BRC അതിൻ്റെ കീഴിൽ എനിക്ക് തോന്നുന്നു ജില്ലാ പഞ്ചായത്തിനൊക്കെ സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നുന്നു. എല്ലായിടത്തും BRC ഇപ്പോൾ ഭിന്നശേഷിക്കാരുടെ കുട്ടികളുടെ പരിശീലനം. ചെങ്ങന്നൂരിലാണെങ്കിൽ ലില്ലി എന്ന് പറയുന്ന ഒരു സ്ഥാപനം വളരെ സന്തോഷത്തോടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ദിവസം മേടിച്ചു. പുതിയൊരു കെട്ടിടം തന്നെ ഇപ്പോൾ 4 കോടിക്ക് വരുന്നുണ്ട്. ഭിന്നശേഷിക്കാരെ അവരെ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ അവരെ പരിശീലിപ്പിക്കാൻ കഴിയുന്ന ആധുനിക സംവിധാനം കൂടിയ ഏറ്റവും വലിയ കേന്ദ്രത്തോട് നമ്മൾ പഠിച്ചിരുന്നു. കേരളത്തിലെമ്പാടും ഇത് വലിയ തോതിൽ. അതോടൊപ്പം തന്നെ പാലിയേറ്റീവ് പേഷ്യൻസിനെ നോക്കുന്ന കാര്യത്തിൽ കേരളം വളരെ മുന്നിൽ. കാരണം ഒറ്റപ്പെട്ടു പോകുന്ന ആളുകൾ അവര് അവസാന ഘട്ടത്തിൽ അവരെന്തായാലും മരിക്കും. പക്ഷെ അവർക്കൊരു വേദനയില്ലാതെ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ കഴിയുന്ന സംവിധാനം എങ്ങനെയാണ്? സന്നദ്ധ പ്രസ്ഥാനങ്ങൾ ധാരാളം നമ്മുടെ നാട്ടിൽ പോകുന്നു. സർക്കാർ വലിയ തോതിൽ ഇടപെടും. ഒരു നയം തന്നെ സർക്കാർ അത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പൊ സർക്കാർ എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റ് മാത്രമല്ല, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ പണവും സർക്കാരിന്റെ പണമായിട്ടാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് താഹ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല മോഹൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KR ദേവദാസ്, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ AO അബിൻ തുടങ്ങിയവരും പങ്കെടുത്തു. വിളക്കുമാടം നെടുമ്പർക്കാട് പാലം യാഥാർത്ഥ്യമാകുന്നു. 30 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പാലം നാടിന് സമർപ്പിക്കാൻ ഒരുങ്ങുന്നു. നാടിന് വികസനത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമാണ് വിളക്കുമരം നെടുമ്പ്രക്കാട് പാലം.
പള്ളിപ്പുറം ഇൻഫോ പാർക്കിലേക്ക് പുതിയ സംരംഭകർ എത്തുന്നതുൾപ്പെടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങൾക്ക് ഈ പാലം പ്രയോജനപ്രദമാകും. കിഫ്ബി പദ്ധതി പ്രകാരം 22 കോടി രൂപയുടെ നിർമ്മാണ ചെലവിൽ നിർമ്മിച്ചതാണ് ഈ പാലം. ചേന്നം പള്ളിപ്പുറം പഞ്ചായത്തിലെ വിളക്കുമരം മേഖലയെയും ചേർത്തല നെടുമ്പ്രക്കാടിനെയും ബന്ധിപ്പിക്കുന്നതാണ് വിളക്കുമരം പാലം. നിലവിൽ കായൽ തീരവാസികൾ വളരെ ദൂരം നടന്ന് ചേർത്തല അരൂക്കുറ്റി റോഡിലെത്തിയാലേ ബസ് കിട്ടാറുള്ളൂ. MLA റോഡിലൂടെ ഉണ്ടായിരുന്ന KSRTC ബസ് സർവീസുകൾ മുഴുവനായി നിലച്ചുപോയ സ്ഥിതിയിലാണ്. പാലം തുറന്നതോടെ MLA റോഡ് വഴി ചേർത്തലയിലേക്കും ആലപ്പുഴയിലേക്കും എറണാകുളത്തേക്കും ഉണ്ടായിരുന്ന KSRTC ബസ്സുകളുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിയും. ഉളതലയിൽ ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങളാകുന്നു. പ്രദേശവാസികൾ പ്രക്ഷോഭം നടത്തിയിട്ടും അധികാരികൾ മൗനം പാലിക്കുന്നുവെന്ന് ആരോപണം. വയലാർ ഗ്രാമപഞ്ചായത്തിലെ ഒളതലയിൽ കുടിവെള്ളക്കുഴലിൽ ഉണ്ടായ ചോർച്ചയ്ക്ക് മാസങ്ങളായിട്ടും പരിഹാരമുണ്ടായില്ല. പലയിടത്തും ജപ്പാൻ കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിലും കുടിവെള്ളക്കുഴലിലെ ചോർച്ചയ്ക്ക് പരിഹാരമായില്ല. വെള്ളം വലിയ തോതിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഇവിടെ സ്ഥാപിച്ച പൈപ്പ് തുരുമ്പെടുത്ത് ദ്രവിച്ച നിലയിലാണ്. അഖില കേരള വിശ്വകർമ്മ മഹാസഭ ചേർത്തല താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രഥമ വിശ്വകർമ്മ സത്രത്തിന് തുടക്കമായി. കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ ചേർത്തല താലൂക്ക് യൂണിയന്റെ മുഴുവൻ ഭാരവാഹികളെയും അംഗങ്ങളെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. എല്ലാ കാലത്തും ഇത്തരം സത്രങ്ങൾക്കും എല്ലാം ഒരു പ്രാധാന്യമുണ്ടായി. ആ പ്രാധാന്യം ഇന്നലകളുടെ കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ പറയും, പഴയ കാലങ്ങളെല്ലാം അവതരിപ്പിക്കും, പുരാണ ഇതിഹാസങ്ങളിലൂടെ കടന്നുപോകും. ഇത് കേവലമായൊരു അമ്മുമ്മ കഥ പറച്ചിലിൻ്റെ ഇടമല്ല. അമ്മുമ്മമാരെ കുറ്റപ്പെടുത്തുന്നതല്ല. ഒരു കാലത്ത് കഥകൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്ന അമ്മുമ്മമാരായിരുന്നു. ഇന്ന് അമ്മുമ്മമാർ കഥകൾ പറയുന്നുമില്ല, കഥകൾ കേൾക്കാൻ കുട്ടികൾക്കിട്ട് താല്പര്യവും ഇല്ല. കഥകൾക്കകത്തെല്ലാം അവർ പറഞ്ഞു വന്നിരുന്നതെല്ലാം നന്മയുടെ കഥകളായിരുന്നു. ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർ കേട്ട അത്തരം കഥകളിലൊന്നും തിന്മയുടെ പക്ഷം ചേരുന്ന കഥകൾ ഇല്ലായിരുന്നു. സത്യത്തിന്റെ പക്ഷം ചേരുന്ന കഥകളായിരുന്നു അതെല്ലാം. അവരെല്ലാം ആ പക്ഷത്താണ് നിലയുറപ്പിച്ചിരുന്നത്. AKVMS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് നവപുരം ശ്രീകുമാർ അധ്യക്ഷനായി. പുല്ലയിലില്ലം PP ശ്രീകുമാർ നമ്പൂതിരി വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. PV പ്രഭാകരൻ നമ്പൂതിരി മുഖ്യാതിഥിയായി. വൈസ് ചെയർമാൻ PS അജയ്കുമാർ സത്ര സന്ദേശം നൽകി. സെക്രട്ടറി P സുരേഷ് കുമാർ, കൺവീനർ NP രാജേന്ദ്രൻ ആചാരി, ഏലിക്കുട്ടി ജോൺ, തിരുവിഴ ശിവാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. BDJSന്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ ജില്ലാ ലീഡേഴ്സ് ക്യാമ്പ് സംഘടിപ്പിച്ചു. BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്കൊക്കെ സാമുദായിക പ്രവർത്തനം അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ച് വലിയ പരിചയങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ പല കുഴപ്പങ്ങളും ആദ്യ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാകുകയുണ്ടായി. നമ്മുടെ ആദ്യത്തെ ഇലക്ഷൻ ഒന്ന് ചെറുതായി നിങ്ങൾ എടുത്ത് നോക്കിയാൽ യഥാർത്ഥത്തിൽ NDA സംവിധാനം അന്ന് ഉണ്ടാകുന്നത് കുമ്മനം രാജശേഖരൻ ചേട്ടനും അതായത് BJPയുടെ പ്രസിഡന്റായിട്ടുള്ള അദ്ദേഹവും BDJSുമായും അതുപോലെ കുറച്ച് ഘടകകക്ഷിയുമായിട്ടാണ് NDA ആദ്യ സംവിധാനം ഉണ്ടാകുന്നത്. ഇപ്പം BDJS സംബന്ധിച്ചുള്ളതാണെങ്കിൽ നമുക്ക് ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം കുറവുള്ള നേതാക്കന്മാർ, നമ്മൾ മാത്രം BJP സംബന്ധിച്ചുള്ളതാണെങ്കിൽ അവർ ഇത്രയും വർഷങ്ങളായി ഒറ്റയ്ക്ക് മാത്രം പ്രവർത്തിച്ചിട്ടുള്ള ഒരു സംഘടന. അങ്ങനെ ആ കാലഘട്ടത്തിൽ നമുക്ക് വലിയ ഇടയെടുപ്പം അധികം ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ആ ഒരു മൂവ്മെന്റിനകത്ത് നമ്മൾ 6% വോട്ടിൽ നിന്ന് നേരെ 16% വോട്ടിലേക്ക് നമ്മൾ വോട്ട് വർദ്ധിപ്പിക്കുകയുണ്ടായി. അതുകൂടാതെ ഒരാൾ ജയിക്കുകയും 7ഓളം ആളുകൾ 2ാം സ്ഥാനത്ത്, അതുപോലെ മറ്റുള്ള എല്ലാ നിയോജകമണ്ഡലങ്ങളിലും നമ്മൾ വലിയ മുന്നേറ്റം നമ്മൾ നടത്തുകയുണ്ടായി.
ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടനത്തിൽ ജില്ലാ പ്രസിഡന്റ് ടി അനിയപ്പൻ അധ്യക്ഷനായി. ആലപ്പുഴയുടെ അവസ്ഥ, ഒരു കാലത്ത് കിഴക്കിന്റെ വെനീസ് എന്ന് പറയുന്ന ആലപ്പുഴയുടെ സാമ്പത്തികമായ ഘടന ഇന്ന് വളരെയധികം പുറകിലായിരിക്കും. നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് കുറേ കാര്യങ്ങൾ ആലപ്പുഴയെ സംബന്ധിച്ച് ടൂറിസത്തിന് ഏറെ സാധ്യതകളുണ്ട്. അത് പ്രയോജനപ്പെടുന്നില്ല. ഫിഷറീസിന് ഒരുപാട് സാധ്യതകളുണ്ട്. കുട്ടനാടിൽ ഒരുപാട് നെൽ കർഷകർ വലയുന്നു. അപ്പൊ കൃഷി കൃത്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും ആ കൃഷിക്കാരന് സംരക്ഷണം കിട്ടുന്നില്ല. അതുപോലെ തന്നെ ടൂറിസം പാക്കേജ് ഉണ്ടെങ്കിൽ കൃത്യമായ ടൂറിസം മേഖലകൾ ഡെവലപ്പ് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ ഒരു കാലത്ത് കയറുണ്ടായിരുന്നു, കയർ ഇന്ന് നമുക്ക് അന്യമായി നിന്ന് പോയിരിക്കും. ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ഫിഷറീസ് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ രൂപകൽപ്പന ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അരൂരിനെ സംബന്ധിച്ച്, ഏറ്റവും വടക്കൻ ജില്ലയായിട്ടുള്ള അരൂരിനെ സംബന്ധിച്ച് സമുദ്രോൽപ്പന്ന കയറ്റുമതിയാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് തമ്പി മേട്ടുതറ, സംസ്ഥാന ജനറൽ സെക്രട്ടറി PT മന്മഥൻ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PS ജ്യോതിസ്, K സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പഞ്ചേരി മംഗലാപുരം ലൂഥറൻ റോഡിന്റെ റീടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. ദേശീയപാത നിലവാരത്തിലാണ് റീടാറിംഗ് ചെയ്യുന്നത്. 5.5 കിലോമീറ്ററോളം നീളത്തിൽ റോഡിന്റെ ഉപരിതലം ബിറ്റുമിനസ് കോൺക്രീറ്റ് മിശ്രിതം ഉപയോഗിച്ച് ദേശീയപാത നിലവാരത്തിലാണ് റീടാറിംഗ് ചെയ്യുന്നത്. കൂടാതെ റോഡ് സുരക്ഷാ മാർക്കിങ്ങുകളും റിഫ്ലക്ടറുകളും റോഡിൽ സ്ഥാപിക്കും. കൃഷിമന്ത്രിയുടെ അഭ്യർത്ഥന പ്രകാരം പൊതുമരാമത്ത് വകുപ്പിന്റെ 2.25 കോടി രൂപ ഉപയോഗിച്ചാണ് പ്രവൃത്തി. ദേശീയപാതയ്ക്ക് സമാന്തരമായി ആലപ്പുഴയിലേക്കുള്ള ഈ റോഡിന്റെ ടാറിംഗ് തകർന്ന് കുണ്ടും കുഴിയുമായി റോഡ് അപകടാവസ്ഥയിൽ ആയതിനെ തുടർന്നാണ് മന്ത്രി വിഷയത്തിൽ ഇടപെട്ടത്. പണി പൂർത്തിയാവുന്നതുവരെ ഈ റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. തണ്ണീർമുക്കം കണ്ണാർകാട് പാടശേഖരത്തിൽ ജലവിഭവ വകുപ്പ് ജീവനക്കാരൻ അജിത്തും കുടുംബവും നടത്തിയ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M സന്തോഷ് കുമാർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇടയ്ക്കിടെ പെയ്യുന്ന വേനൽ മഴയിലും കഞ്ഞിക്കുഴിയിലെ കരപ്പാടങ്ങളിൽ തണ്ണീർമത്തൻ വിളവെടുപ്പ് തുടരുകയാണ്. കണർക്കാട് പാടശേഖരത്തിൽ ജലവിഭവ വകുപ്പ് ജീവനക്കാരൻ അജിത്തും കുടുംബവും നടത്തിയ തണ്ണീർമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M സന്തോഷ് കുമാർ നിർവഹിച്ചു. വേനൽക്കാലം അവസാനിക്കാൻ പോകുമ്പോഴും തണ്ണിമത്തൻ ഇപ്പോഴും നല്ലപോലെ വിളയുകയാണ് കഞ്ഞിക്കുഴിയുടെ ചുരുമണൽ. ഇവിടെ കണ്ണർകാട്ടെ കൈലാസൻ സാറും അദ്ദേഹത്തിൻ്റെ പുത്രൻ ജലവിഭവ ജീവനക്കാരനായിട്ടുള്ള അജിത്തും ചേർന്നാണ് ഇവിടെ ഈ പാടത്ത് തണ്ണിമത്തൻ കൃഷി നടത്തിയിട്ടുള്ളത്. ഏറ്റവും മികച്ച വിളവ്, എനിക്ക് തോന്നുന്നു കഞ്ഞിക്കുഴിയിൽ തന്നെ ഏറ്റവും വലുതും ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ഒരു പാടം ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാം ശാസ്ത്രീയമായി തന്നെ അവർ കൃഷി ചെയ്തിട്ടുണ്ട്. തികച്ചും ജൈവ രീതിയിൽ നല്ല പരിചരണം കൊടുത്താണ് ഈ തണ്ണിമത്തൻ വിളയിച്ചിട്ടുള്ളത്. കൈലാസൻ സാറാണെങ്കിൽ പരമ്പരാഗതമായി കർഷകനാണ്, സോയിൽ കൺസർവേഷൻ ഓഫീസറായി വിരമിച്ചയാളാണ്. അതിനുശേഷം പൂർണ്ണസമയം കൃഷിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. കർഷക സംഘത്തിൻ്റെ ഇവിടുത്തെ നേതാവാണ്. തീർച്ചയായും നല്ലൊരു വിളവ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ കൈലാസൻ സാറിനും അദ്ദേഹത്തിൻ്റെ മകൻ അജിത്തിനും കഴിഞ്ഞിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. കഞ്ഞിക്കുഴി സഹകരണ ബാങ്ക് പ്രസിഡന്റ് KN കാർത്തികേയൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. കർമ്മസേന കൺവീനർ G ഉദയപ്പൻ, കൃഷി ഓഫീസർ റോസ്മി ജോർജ്, S സാനു, K കൈലാസൻ എന്നിവർ സംസാരിച്ചു. അറിയിപ്പ്: അടിയന്തര അറ്റകുറ്റപ്പണികൾക്കായി ലെവൽ ക്രോസ് നമ്പർ 54 പാതിരപ്പള്ളി ഗേറ്റ് മെയ് 5 മുതൽ മെയ് 9 വരെ വൈകിട്ട് 6 മണി വരെ അടച്ചിടും. വാഹനങ്ങൾ ലെവൽ ക്രോസ് നമ്പർ 55 പൂങ്കാവ് ഗേറ്റ് വഴിയോ ലെവൽ ക്രോസ് നമ്പർ 52 ഉദയ ഗേറ്റ് വഴിയോ പോകണം. ചരമവാർത്ത: ചേർത്തല മുനിസിപ്പൽ 6-ാം വാർഡിൽ മണലേൽ റിട്ടയേർഡ് മുനിസിപ്പൽ കമ്മീഷണർ പരേതനായ പീതാംബരന്റെ ഭാര്യ പൊന്നമ്മ നിര്യാതയായി. 85 വയസ്സായിരുന്നു. ഇടത്തോടത്ത് കുടുംബാംഗമാണ്. സംസ്കാരം നടത്തി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആലപ്പുഴയിലെ എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് ചൊവ്വാഴ്ച തുടക്കമാകും. വിവിധ പരിപാടികളോടെ ആലപ്പുഴ ബീച്ചിലാണ് പ്രദർശന വിപണന മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. 200 സ്റ്റാളുകൾ മേളയിൽ ഒരുക്കും. മെയ് 6 മുതൽ 12 വരെയാണ് മേള നടക്കുന്നത്. ആലപ്പുഴയിൽ എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് മുന്നോടിയായി നടന്ന സാംസ്കാരിക ഘോഷയാത്ര വർണ്ണാഭമായി. 10,000-കണക്കിന് ആളുകൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു.
ഉപ്പുവെള്ളം മൂലം കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി പി പ്രസാദ്. ഒരു കർഷകനെ പോലും കൈവിടില്ലെന്നും മന്ത്രി. അനധികൃതമായി താമസിക്കുന്ന പാക് പൗരന്മാരെ കണ്ടെത്തി രാജ്യത്ത് നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യം. സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ നടന്ന ധർണയുടെ ഭാഗമായി ആലപ്പുഴ BJP നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.